മോചനത്തിനുള്ള ബന്ദികളുടെ പട്ടിക നൽകിയെന്ന ഹമാസ് വാദം തള്ളി ഇസ്രായേൽ. അത്തരത്തിൽ ഒരു രേഖയും ഹമാസ് നൽകിയിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ബന്ദികളുടെ മോചനത്തിന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്തും ഖത്തറും വിവരങ്ങൾ നൽകിയതായ വാദം അംഗീകരിച്ചിട്ടില്ല. മോചനം സംബന്ധിച്ച് വാഗ്ദാനങ്ങളൊന്നും ഹമാസ് നൽകിയിട്ടില്ലെന്ന ഇസ്രായേൽ. 34 പേരുടെ മോചന പട്ടിക അംഗീകരിച്ചില്ലെന്ന ഹമാസിന്റെ ആരോപണം ഇസ്രായേൽ തള്ളി. മോചനം സംബന്ധിച്ച് വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നിലവിലില്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ബന്ദികളുടെ മോചനം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് പുതിയ സംഭവ വികാസം. എന്നാൽ ചില പേരുകൾ ഉൾക്കൊള്ളിച്ച പട്ടിക ഹമാസ് നൽകിയിരുന്നതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബന്ദികളിൽ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ഹമാസ് ഇതുവരെ നൽകിയിട്ടുമില്ല. ഖത്തറും ഈജിപ്തും ശക്തമായ ഇടപെടൽ മോചനത്തിനായി നടത്തുന്നുണ്ട്. മോചന ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതിന് ആന്റണി ബ്ലിങ്കൻ ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്ത് സന്ദർശിച്ചിരുന്നു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. അധികാരത്തിലെത്തും മുൻപ് ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ജനുവരി 20-നാണ് ട്രംപ് അധികാരമേൽക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.